ഒരു മുംബൈ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അലീന ആടുന്ന സത്യം എല്ലാവരും തിരിച്ചറിഞ്ഞതോടെ എല്ലാവരും വിഷമത്തിലായിരിക്കുകയാണ്. വീട്ടിലാണെങ്കിൽ എല്ലാവരും ബഹളം വയ്ക്കുകയാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ എന്താ അവളെ വെറുതെ വിട്ട് എന്നൊക്കെ ചോദിക്കുകയാണ് രാജീവിൻ്റെ ഭാര്യ. എന്നാൽ അതെല്ലാം ഒരു നാടകമായിരുന്നോ എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി കഴിഞ്ഞയൊക്കെ മറക്കാം. ഇനി നമുക്ക് വരുന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ഇനി വൈജയന്തിയുടെ മകളെ എന്നോ അംഗീകരിക്കുന്ന ഏത് നിമിഷവും നമുക്ക് കാത്തിരിക്കുക എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. എന്നാൽ ഇതൊന്നും മറ്റു വീട്ടിലുള്ള ബാക്കി ആരും അറിഞ്ഞിട്ടില്ല. അവർ പറയുന്നുണ്ട്, എന്നാലും അവൾ വെറുതെ വിട്ടില്ലേ, ഇനി എങ്ങനെയാ വൈജയന്തിക്ക് വിഷമം കൂടെയല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇനി നമുക്ക് അവളെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. ഇനി ഒരു അംഗത്തെ പോലെ കരുതുക എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്താ അംഗത്തെ പോലെ ഒന്ന്, എങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങളെ മോനെ വെച്ച് കെട്ടിച്ചു കൊടുക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ കെട്ടിച്ചു കൊടുക്കുമായിരുന്നു, വൈജയന്തിക്ക് ബാലചന്ദ്രന് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് കെട്ടിച്ചു കൊടുക്കാം, നമുക്ക് അതും ആലോചിക്കാം എന്ന് പറയുന്നുണ്ട്. അത്രയ്ക്കായോ, ബാലചന്ദ്രന് ഏതോ ഒരു സ്ത്രീയിൽ പിറന്ന ഒരു മോളാ, ആ മോളെ നമുക്ക് കെട്ടിച്ചു കൊടുക്കാമെന്ന് വെച്ചാൽ മനുവിന് അത്രയ്ക്കും തരം താഴ്ന്നു പോയോ നിങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇനിയും എനിക്ക് അവളെക്കുറിച്ചുള്ള ന്യായീകരണങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ല. വൈജയന്തിയുടെ വിഷമങ്ങൾ മാറാനാണ് ഇതൊക്കെ ചെയ്തത്. എന്നാൽ അതിന് വിപരീതമായിട്ടാണ് നിങ്ങളിപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ കാര്യമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രാജീവ് പറയുകയാണ്, ഇനി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇനി നമുക്ക് ആ വീട്ടുകാരുമായിട്ട് ഒരുമിച്ച് എല്ലാവരും ഒത്തിണങ്ങി പോകുന്നതാണ് ഏറ്റവും നല്ലത്. അത് അലീനെ അംഗീകരിക്കുകയാണ് ഏറ്റവും വലുത് എന്നും പറയുന്നുണ്ട്. എന്താ അലീനെ അംഗീകരിക്കാനോ? ഇത്രയും വലിയ ആണുങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നിട്ടും ഒന്നിനും പറ്റാത്ത ആണുങ്ങളായിപ്പോയല്ലോ നിങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. അടി വാങ്ങിച്ച് പിടിക്കരുത്, ഇനി മിണ്ടി പോരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ശിവൻ പറയുന്നുണ്ട്. എന്തായാലും അവർക്ക് ദേഷ്യം വന്നിരിക്കുക ഈ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് തന്നെ. എന്നാൽ തൻ്റെ മകളുടെ സ്ഥാനത്തുള്ള ആളല്ലേ, ഇനി അങ്ങനെയൊന്നും നീ പോലും ചിന്തിക്കാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. വൈജയന്തിൻ്റെ മകൻ്റെ അടുത്തും പറയുന്നുണ്ട്, ഇനി ഒരു കാര്യം ചെയ്യണം, ഇനി ഈ വീട്ടിലുള്ള ആരും തന്നെ അവളെ ഒരു ശത്രുവിനെ പോലെ കാണാൻ പാടില്ല. ഇനി ഞങ്ങളുടെ വീട്ടിൽ അംഗത്തെ പോലെ കാണുകയും ഇനി അവളായിട്ട് ഒരു ബഹളത്തിനൊന്നും പോകരുത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ദേഷ്യത്തോടെ അവൻ ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ട്. അലീനയാണെങ്കിൽ എല്ലാം ആകപ്പാടെ വിഷമത്തിലിരിക്കുക. കാര്യം എന്തെന്ന് വെച്ചാൽ അവൾക്ക് അമ്മയും അച്ഛനും എല്ലാവരും അടുത്ത് കിട്ടണം എന്നുള്ള ആഗ്രഹവും മനസ്സിലുണ്ട്. പക്ഷേ വൈജയന്തിക്ക് ഇപ്പോൾ വല്ലാത്ത അവസ്ഥയിൽ കിടക്കുന്നത് കൊണ്ട് അവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ വിഷമിച്ചിരിക്കുക അലീന. എന്നാൽ ബാലചന്ദ്രൻ എല്ലാത്തിനും ഒരു സപ്പോർട്ടായിട്ടുണ്ട്. സ്വന്തം അച്ഛനെ പോലെ കരുതുക, എന്നാൽ അതുപോലെ തന്നെ സ്വന്തം മോളെപ്പോലെ കരുതുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ മുത്തശ്ശിയെ കാണാൻ വരുന്നുണ്ട് ഗംഗാധരൻ അടുത്ത് വന്നിരുന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ അമ്മയുടെ അടുത്ത് വന്നത്. എന്താ പറയുമെന്ന് പറയുന്നുണ്ട്. എന്തായിരുന്നാലും വൈജയന്തിൻ്റെ കാര്യം വളരെ കഷ്ടമാണ്. 3 മക്കളില്ലേ, അവരെ കാര്യമോ കഷ്ടത്തിലാവുന്നത്. അപ്പോഴത്തേക്കും ഗംഗാധരൻ പറയുന്നുണ്ട്, 3 അല്ല 4, അമ്മ മറന്നു പോയോ? അവൾക്ക് ആദ്യത്തെ ഒരു കൊച്ചുണ്ടായിരുന്നത്, പക്ഷെ അത് മരിച്ചിട്ടില്ല, അതിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ ഞെട്ടിയിരിക്കുകയാണ്. അതാണ് നമ്മുടെ ഇവിടുത്തെ അലീന എന്നും പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും മുത്തശ്ശി നെട്ടിത്തെറിച്ചിരിക്കുക. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായാലും ഒരു പക്വതയും എല്ലാം ഉള്ളൊരു കൊച്ചാണ് അവൾ എല്ലാ കാര്യങ്ങളും അറിയാനുള്ളതും വീട്ടുജോലികളെല്ലാം ചെയ്യുന്നതും അതുപോലെ തന്നെ എല്ലാവരും സ്നേഹിക്കാനും അറിയാനുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് നല്ലത് വരാൻ മാത്രമേ ഞാൻ എപ്പോഴും ആഗ്രഹിച്ചുള്ളൂ. ഇനി അങ്ങനെ തന്നെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവളുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്, അലീനയെ കാണാൻ വേണ്ടി. അലീനയുടെ അടുത്ത് മാപ്പ് പറയണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായിരുന്നാലും അവളെ നമ്മൾ കണ്ടെത്തിയല്ലേ ഏറ്റവും വലുത്. ഇനിയാണെങ്കിൽ ആരെയും വിഷമിപ്പിക്കുകയോ വൈരാഗ്യം കാണിക്കുകയോ ചെയ്യരുതെന്നും പറയുന്നുണ്ട്. വൈജയന്തിയുടെ മകളാണെന്ന സത്യം എല്ലാവരും പറഞ്ഞു. ഇപ്പോൾ എല്ലാവർക്കും സങ്കടമായെന്നൊക്കെ അമ്മയടുത്ത് പറയുന്നുണ്ട്. എന്നാൽ വൈജയന്തിക്ക് സുഖമില്ലാത്ത കാര്യമോ ബാക്കിയുള്ള കാര്യമോ ഒന്നും അറിയാൻ പാടുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ അലീനയെ ഇനി ആരും ഉപദ്രവിക്കില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് മുത്തശ്ശിയുടെ പോയി പറയുന്നു. മുത്തശ്ശിയാണെങ്കിൽ ഒന്നും പറയുന്നില്ല. മുത്തശ്ശി പറയുന്നുണ്ട്, ഒരു പെണ്ണിനെ കൊണ്ടുവന്നു അവൻ താമസിപ്പിക്കുന്നു. എന്നാൽ ഇപ്പോൾ എന്ത് ചെയ്യാനാ? ഇനി ഒന്നും ചെയ്യാൻ ആർക്കും കഴിയില്ല. നമുക്ക് വേറൊരു കാര്യം ചെയ്യാം, അലീനയെ ഇനി എങ്ങനെയെങ്കിലും വീട്ടിൽ കൊണ്ടുവരണം. വീട്ടിൽ കൊണ്ടുവരുമ്പോഴത്തേക്കും എല്ലാവർക്കും വളരെ സന്തോഷമാവും. എന്നാൽ അലീനയാണെങ്കിൽ വിഷമത്തിയിരിക്കുക. അമ്മയ്ക്ക് ഇതുവരെ ഹോസ്പിറ്റലിൽ നിന്ന് മാറാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ എന്താവും എങ്ങനെയാണെന്നൊന്നും പറയത്തില്ല. അതുപോലെ തന്നെ അലീനയുടെ കൂടെ എല്ലാവർക്കും
ഇവിടെ പോകണമെന്നുണ്ട്.